ഒരു കല്യാണം കൂടിയിട്ട് വന്നാലോ? ഞാൻ വിഷു ഷോപ്പിങ്ങിന് പറഞ്ഞിരുന്നു. ഞാൻ മെയിൻലി ഡ്രസ്സ് എടുക്കാൻ വന്നത് ഈ ഒരു കല്യാണത്തിന് വേണ്ടിയാണ്. ഈ ഒരു ഷർട്ടും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബാഗിയായിരുന്നു കേട്ടോ ഞാൻ എടുത്തിരുന്നത്. കല്യാണം വന്നിട്ട് വിയോരത്ത് വെച്ചായിരുന്നു. ഇതിലൊരു ഫൺ ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 4 പേരും വൈറ്റ് ആയിരുന്നു കേട്ടോ. അത് ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ യൂഷ്വലി ഇടാറില്ല കേട്ടോ. അങ്ങനെ മണ്ഡപത്തിലെത്തി, ചെക്കൻ വന്നു, പെണ്ണു വന്നു, നല്ല അടിപൊളിയായിട്ട് കല്യാണം നടന്നു കേട്ടോ. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കല്യാണം കൂടുന്നത്. അപ്പോൾ ചോദിക്കും, കല്യാണം വിളിയൊന്നും ഇല്ലായിരുന്നോ എന്ന്. ഇല്ലാഞ്ഞിട്ടല്ല, നമുക്ക് ഈ സമയം അങ്ങോട്ട് ശരിയാവണില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പോവാത്തത്. അപ്പോൾ താലികെട്ട് കാണാൻ പോയപ്പം പുള്ളി കയറി അതിൻ്റെ ഫ്രണ്ടിലോട്ടിരുന്നു. പിന്നെ മുഖ്യം സദ്യയാണല്ലോ. നല്ലൊരു ഏസ്തെറ്റിക് ആയിട്ടുള്ള ഒരു പേപ്പർ റോൾ വിരിച്ചു. ഉപ്പ് വന്നു, ഉപ്പേരി വന്നു, പഴം വന്നു, പച്ചടി വന്നു, കിച്ചടി വന്നു, എന്താ പറയുക, അവിയൽ വന്നു, തോരൻ വന്നു, ഇഞ്ചിക്കറി വന്നു, പിന്നെന്താ പറയുക, അച്ചാർ വന്നു കേട്ടോ. ഈ അച്ചാർ താമസിച്ച് എന്താണെന്നറിയോ, എൻ്റെ അനിയൻ ചോദിച്ചു വാങ്ങിച്ചു. ആ പുള്ളി പിന്നെ വിളമ്പുന്നതല്ലേ അവന് 2 വട്ടം വീതം വിളമ്പിട്ടോ. ആ മുല്ലപ്പൂ വെച്ചിരിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞ ബിന്ദുമ്മ. പിന്നെന്താ, അച്ചാർ വന്നു, കൊണ്ടാട്ടമുളക് വന്നു, ചമ്മന്തി വന്നു. ഈ ഒരു സോയാബീൻ്റെ സാധനം സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ വെള്ളം വന്നു, പപ്പടം വന്നു, പിന്നെ ചോറ് വന്നു കേട്ടോ. എൻ്റെ ഇല കുറച്ച് ചെറുതായിപ്പോയി. പിന്നെ പരിപ്പൊഴിച്ചു, നെയ്യൊഴിച്ചു. അങ്ങനെ നമ്മൾ കഴിച്ചു തുടങ്ങി. പിന്നത്തെ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, നമ്മൾ കഴിക്കുന്ന തിരക്കിലായിരുന്നു. സാമ്പാറും മോരും പുളിശ്ശേരിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ പ്രഥമനും സേമിയായിരുന്നു. സേമിയ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആസ്വദിച്ച് കുടിക്കാൻ പറ്റിയില്ല, എങ്കിലും അടിപൊളിയായിരുന്നു. ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മാജിക്കല്ലേ, എനിക്കത് ഇന്നാണ് മനസ്സിലായത്. നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ. ബൈ ദ വൈ, ഈ ചർച്ച് ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. ആ ഒരു പെയിൻറ്റിങ്സൊക്കെ കൊണ്ട് നല്ല അടിപൊളി ചർച്ചായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ വീട്ടിൽ വന്നൊന്ന് മുടിയൊക്കെ അഴിച്ച് മേക്കപ്പൊക്കെ കളഞ്ഞൊന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു സമാധാനമായത്. പിന്നെ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ബിന്ദുമ്മയുടെ വീട്ടിൽ പോയിട്ട് ബിന്ദുമ്മയുടെ ഒരു ഇഷ്ടം പോലെ ചെടികളുണ്ട് കേട്ടോ, നല്ല രസമാണ്. അതിന് കുറച്ച് വെള്ളം ഒഴിക്കണമായിരുന്നു. പിന്നെ ഈ അപ്പൂസിന് കുറച്ച് ഫുഡ് കൊടുക്കണമായിരുന്നു കേട്ടോ. എല്ലാം കൊണ്ടും ഞാനാണ് അവിടുത്തെ കാര്യസ്ഥൻ. അപ്പോൾ അത്രയുള്ളൂ കേട്ടോ. ശരി.